പ്രൈസ്തലോ വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെ എല്ലാ ദൈവമൊക്കെ അറിയിക്കുന്നു. ഈ പ്രഭാസമയത്ത് നമുക്ക് മനുഷ്യരെയും ദൈവന്റെ മനസ്സിലേക്ക് തന്ന വാക്യം 1 കൊരിന്ത്യർ 12:4-5-6. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. വീര്യപ്രവർത്തികളിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുത്തൻ തന്നെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട വാക്യ പ്രഭാതത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നതിനായി സ്തോത്രം ചെയ്യാം. ഈ ഒരു വാക്യത്തിലൂടെ കർത്താവിനോട് നമ്മൾ വ്യക്തമായി ഇടപെടുന്ന കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ ദൈവം കൃപാവരങ്ങൾ തന്നിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് നമ്മളോട് സംസാരിക്കുക. ആ കൃപാവരങ്ങൾ എന്താന്ന് ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പറ്റുന്ന ഒരു സംഭവം എന്നാന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ മിസ്റ്റേക്ക് എന്നാന്ന് ചോദിച്ചാൽ, അനേക കൃപാവരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അതൊന്നും നമ്മൾ ആക്റ്റീവ് ചെയ്യാതെ, അതൊന്നും നല്ല രീതിയിൽ എന്തിനു വേണ്ടി ഉപയോഗിക്കണമെന്ന് അറിയാതെ പലപ്പോഴും സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലേ. പക്ഷേ ഈ ദിവസങ്ങളെ നമ്മൾ ദൈവത്തോട് ചോദിച്ചു മേടിക്കണം, കർത്താവെ എൻ്റെ ജീവിതത്തിലുള്ള കൃപാവരങ്ങൾ മനസ്സിലാക്കുവാനും അത് അനേകർക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ എടുത്ത് ഉപയോഗിക്കാൻ തക്കണം എൻ്റെ ജീവിതത്തിൽ ഒരു കൃപ തരണമേ എന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവത്തോട് ചോദിക്കണം. കാരണം നമ്മുടെ ജീവിതത്തിൽ ദൈവം നല്ല കൃപാവരങ്ങൾ, ഒരുപക്ഷെ ചിലവർക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപാവരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പ്രസംഗിക്കാനായിരിക്കാം, അതല്ലെങ്കിൽ സാക്ഷ്യങ്ങൾ പറയാനായിരിക്കാം, അല്ലെങ്കിൽ പ്രവചനങ്ങൾ പറയാനായിരിക്കാം. പക്ഷെ ഏത് രീതിയിലായാലും കർത്താവ് തന്റെ മക്കൾക്ക് കൃപാവരങ്ങൾ തന്നിട്ടുണ്ട് എന്നൊരു പ്രോമിസ് ഈ ഒരു വാക്യത്തിലൂടെ വ്യക്തമായി പറയല്ലേ. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല, പക്ഷെ കർത്താവ് നമ്മളോട് സംസാരിക്കുക, നമ്മുടെ എല്ലാ ജീവിതത്തിൽ കർത്താവ് കൃപാവരങ്ങൾ തന്നിട്ടുണ്ടെന്ന് അത് വ്യക്തമായി വാചനത്തോട് പറഞ്ഞെന്ന് ചോദിച്ചാൽ, കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രയെന്ന്. അതേപോലെ തന്നെ ഇതിന്റെ എല്ലാ ഉറവിടം ദൈവമല്ലേ. പല വിധത്തിലുള്ള കൃപാവരങ്ങൾ നമ്മൾ എല്ലാവരും വഹിക്കുന്നുണ്ടെങ്കിലും, നമ്മൾ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും, നമ്മൾ ചിലർ യൂസ് ചെയ്യുന്നു, ചിലർ യൂസ് ചെയ്യുന്നില്ല. പക്ഷെ ഏതൊക്കെ രീതിയിലാണെങ്കിൽ പോലും കർത്താവ് കൃപാവരങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉറവിടം ദൈവമല്ലേ. ഏക ഉറവിടം ദൈവം മാത്രമാണ് വ്യക്തമായിട്ട് നമ്മുടെ ഈ ഒരു വാക്യത്തിലൂടെ ദൈവം നമ്മുടെ ഇടപെടുക അല്ലേ. നമ്മൾ പുറയിലോട്ട് നോക്കുവാണെങ്കിൽ, തിരുവചനം നോക്കുവാണെങ്കിൽ, ദൈവത്തിന് വേണ്ടി ശക്തമായി നിൽക്കുന്ന ഏതൊരു വ്യക്തി ജീവിതത്തിലും പേരിലും കൃപയുണ്ടല്ലേ, കൃപാവരങ്ങളുണ്ടല്ലേ. അതുകൊണ്ടാണ് പല ദൈവത്തിന് വേണ്ടി ശക്തമായിട്ട് അവർ നിൽക്കുവാനും ദൈവസന്നിധിയിൽ ഉറപ്പോടെ ആയിരിക്കാനും ഓടുവാനും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഭാഗ്യം ലഭിക്കുന്ന അല്ലെ. ഈ ലോകത്തിൽ കൃപ ലഭിക്കാൻ നമ്മുടെ ജീവിതത്തിലുള്ള ഒരേ ഒരു ക്വാളിഫിക്കേഷൻ നമ്മൾ ഒന്ന് മാത്രമുണ്ട്, നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകർന്നാൽ മതി. കർത്താവ് ആഗ്രഹിക്കുന്ന രീതി നമ്മൾ ദൈവസന്നിധി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവ് നമ്മളെ കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കും. പലവിധമായ കൃപാവരങ്ങൾ കൊണ്ട് ദൈവം നമ്മളെ നിറയ്ക്കും. നമുക്കറിയാമല്ലോ, പലപ്പോഴും നമ്മൾ തിരുവചനം പഠിക്കുകയും നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ് മറിയെ പറ്റിയല്ലേ, യേശുവിന്റെ അമ്മയായ മറിയെ പറ്റിയല്ലേ. മറിയെ ഗർഭിണിയാവുന്നതിന് മുമ്പേ ദൂതൻ മറിയയുടെ അടുത്ത് വന്ന് പറഞ്ഞൊരു കാര്യമില്ല, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനമെന്നല്ലേ. കാരണം അവിടെ താഴോട്ട് വായിക്കുമ്പോൾ പറയുന്നുണ്ട്, അത് ലൂക്കോസ് 1:28 പറയുന്നുണ്ട്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുക, കൃപ ലഭിച്ച എന്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും കർത്താവ് കൂടെ ഉണ്ടെന്ന് വ്യക്തമായിട്ട് വചനത്തിലൂടെ ഇടപെടുക. നമുക്കറിയാം, മറിയ അല്ലെ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി അല്ലെ യേശുവിനെ പ്രസവിച്ചു. ആ ഒരു കാര്യം തന്നെ നമ്മൾ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ, കർത്താവിനെ ഉദരത്തിൽ വഹിച്ച മറിയ കൃപ ലഭിച്ചവളാണെങ്കിൽ ദൈവത്തെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് ആ ഒരു ഹൃദയം കൊണ്ട് വഹിക്കുന്ന നമ്മളെല്ലാവരും കൃപ ലഭിച്ചവരല്ലേ. ഒരു ശിശുവിനെ മറിയ ഉദരത്തിൽ വഹിച്ചപ്പോൾ നമ്മൾ ഹൃദയം കൊണ്ട് ദൈവത്തെ അല്ലെ സ്വീകരിച്ച്, കർത്താവിനെ സ്വീകരിച്ച് നമ്മൾ നടക്കുന്നവരല്ലേ. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിനും കർത്താവ് കൃപാവരങ്ങൾ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ കർത്താവിനെ നമ്മൾ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുവാനും സ്വീകരിക്കാനും പറ്റിയത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് എന്താഗ്രഹിക്കുന്നു അത് നമ്മൾ ജീവിതത്തിൽ ചെയ്തെടുക്കണം. നമ്മൾ ഒരിക്കലും പിന്നോട്ട് മാറി നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തന്ന കൃപാവരങ്ങളിൽ അനുസരിച്ച് നമ്മൾ പലപ്പോഴും ദൈവത്തോട് ചോദിക്കണം, കർത്താവേ അങ്ങ് ഏത് കൃപാവരം തരുന്നോ അതിൽ പ്രകാരം തന്നെ അത് യൂസ് ചെയ്യാൻ ചെറുക്കാനുള്ള ഒരു കൃപ എൻ്റെ ജീവിതത്തിൽ തരണമേ എന്ന് നമ്മൾ പറയണം. നമ്മൾ പറയാതിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ദൈവം തന്നിട്ട് നമ്മളത് യൂസ് ചെയ്യാതിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നന്ദികേട് തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ ദിവസങ്ങളിൽ അത് യൂസ് ചെയ്യാൻ തക്കണം, ദൈവത്തോട് ചോദിക്കണം. നമ്മളൊരു ചില സാഹചര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ചില വ്യക്തി ജീവിതങ്ങൾ എത്ര കഷ്ടങ്ങൾ വന്നാലും, പ്രതിസന്ധി വന്നാലും, അല്ലെങ്കിൽ എത്ര കോപം വന്നാലും അവർ പ്രതികരിക്കാതെ അനങ്ങാതെ സൈലന്റ് ആയിട്ട് നിൽക്കുന്നത് കാണാല്ലേ. അതൊരു കൃപ തന്നെയാ. കാരണം എന്നാ വെച്ചാൽ, ഈ ലോകത്തിൽ നമ്മൾ മനുഷ്യരായി ജീവിക്കുമ്പോൾ നമ്മൾ ചില സമയം പൊട്ടിത്തെറിക്കും, ദേഷ്യപ്പെടും അല്ലെ.
പക്ഷെ അതെല്ലാം കൺട്രോൾ ചെയ്ത് നിൽക്കാൻ പറ്റുന്നത് ഒരു കൃപയല്ലേ. അതുപോലെ അനേക തരത്തിലുള്ള കൃപാവരങ്ങൾ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ തക്കണം ഇടയാണ്. അത് നമുക്ക് മാത്രമല്ല, കൂടെയുള്ളവർക്കും നമുക്ക് വേണ്ടി ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന എല്ലാവർക്കും നമ്മളെ കൊണ്ട് പ്രയോജനം ആകുന്ന രീതിയിൽ നമ്മളെ എടുത്ത് ഉപയോഗിക്കാൻ ദൈവസന്ധി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഈ ഒരു വചനം എല്ലാവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ഈ ഒരു വചനത്തിൽ കൂടെ സംസാരിക്കുന്നത് പോലെ തന്നെ കൃപയാൽ നമ്മളെ നിറയ്ക്കുവാൻ തക്കണം. ദൈവത്തോട് ചോദിക്കണം. തന്ന കൃപകൾ നമുക്ക് മാത്രമല്ല, അത് ദൈവത്തെ അറിയുവാൻ ആഗ്രഹിക്കുന്നവർക്കും ദൈവത്തിലായിരിക്കുന്നവർക്കും ആരൊക്കെ രീതിയിൽ ദൈവത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു അവർക്കെല്ലാം നമ്മുടെ കൃപകൾ യൂസ് ആകുന്ന രീതിയിൽ ദൈവം നമ്മളെ എടുത്ത് ഉപയോഗിക്കേണ്ടതിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ഈ വചനത്താൽ എല്ലാ ദൈവമക്കളെ ദൈവം സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വചനം തിരിച്ചിരിക്കുന്നു. ആമേൻ.